കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടയാൾക്ക് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ നോട്ടീസ്. മഞ്ഞച്ചേളി സ്വദേശി സോണി പന്തലാടിക്കലിനാണ് നോട്ടീസ് ലഭിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭി, ഗുഡ് ഈവനിങ്. ഇതിപ്പോ എന്താണ്, നമ്മൾ ഒരു ഭാഗത്ത് പുനരധിവാസത്തിനായി കഷ്ടപ്പെടുന്നു, അതേസമയം മറ്റൊരിടത്ത് പഞ്ചായത്ത് നോട്ടീസ് കൊടുക്കുകയാണ് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ട്. എന്താണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നത്? ശ്രീനിത, വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടയാളാണ് സോണി. പിന്നാലെ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹത്തിന് കെട്ടിട നികുതി അടക്കണമെന്നാവശ്യപ്പെട്ടാണ് വാണിമേൽ പഞ്ചായത്തിൻ്റെ ഡിമാൻഡ് നോട്ടീസ് വന്നിട്ടുള്ളത്. 15 ദിവസത്തിനകം നോട്ടീസ് ഈ നികുതി അടക്കണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഏറ്റവും വിചിത്രമായ കാര്യം, വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടയാൾക്കാണ് ഇങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ കെട്ടിട നികുതി അടക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ നൽകുന്ന ഒരു വിശദീകരണം, ദുരന്തബാധിതരോട് നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ഈ സോണി അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടാകില്ല. അതിനാലാകാം അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള കെട്ടിട നികുതി ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് വന്നത്. ഇതാണ് ഇപ്പോൾ പഞ്ചായത്ത് നൽകുന്ന ഒരു മറുപടി. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ പറ്റി കൃത്യമായി പരിശോധിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനും സോണി ഒരു മറുപടി പറയുന്നുണ്ട്. കാരണം നിലവിൽ ഈ ദുരന്തബാധിതരുടെ ഒരു 21 അംഗ ലിസ്റ്റ് പുറത്തു വന്നിട്ടുള്ളതാണ്. അതായത് 15 ലക്ഷം രൂപയുടെ സഹായം ലഭ്യമാകുന്നവരുടെ ലിസ്റ്റ് വന്നിട്ടുള്ളതാണ്. അതിൽ ഈ സോണിയുടെ പേരുണ്ട്. ഈ ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കി സർക്കാരിലേക്ക് നൽകിയത് പഞ്ചായത്താണ്. അങ്ങനെയെങ്കിൽ പഞ്ചായത്തിന്റെ കൈവശം ഈ സോണി അടക്കമുള്ളവരുടെ പേരുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഈ സോണി ഈ നികുതി അടക്കേണ്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? അതാണ് സോണി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏതായാലും ഇക്കാര്യം പരിശോധിക്കാം എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.